ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണുള്ളത്. യാത്രയൊന്നുമില്ല, കുറച്ച് നാളായിട്ട് യാത്രയൊക്കെ ഒഴിവാക്കി നിൽക്കുന്നത്. കാരണം നമ്മുടെ അച്ചു 9 മാസമായിട്ട് ഇങ്ങനെ വയറോടെ നിൽക്കുകയാണ്. ഉടനെ തന്നെ ഡെലിവറി ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ പുറത്തോട്ടൊന്നും പോകണില്ല. ഇപ്പോൾ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ബാബ വരുന്നുണ്ട്, അതിൻ്റെ ഒരു വിശേഷമൊക്കെയാണ്. കൂടാതെ ചെറിയ സർപ്രൈസ് ഉണ്ട്. ചെറിയൊരു വണ്ടി എടുത്തു, ഒരു കാർ എടുത്തു. അപ്പോൾ അതും കൂടെ ഒന്ന് അറിയിച്ച് നമ്മുടെ ചെറിയൊരു വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി, എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാർ എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടില്ലാതെ പോകാം എന്നുള്ളൊരു പ്ലാനിലാണ് ചെറിയൊരു ഓൾട്ടോ കാറാണ് എടുത്തിട്ടുള്ളത്, മാരുതിയുടെ. അപ്പോൾ ബൈക്കിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടായി. 7 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ബൈക്കിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടായി. കാരണം നടുവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദൂരെ യാത്ര ഉണ്ടായി. നമ്മൾ ട്രിവാൻഡ്രത്താണ് കാണിക്കുന്നത്. അപ്പോൾ ആറ്റിങ്ങിൽ നിന്ന് 30-35 കിലോമീറ്ററോളം പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാർ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു കാർ എടുത്തു. നമ്മുടെ കാറിൻ്റെ ചെറിയൊരു വിശേഷം കൂടെ ഒക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അല്ലേ അല്ലുകൂട്ട 2 വാക്ക് പറഞ്ഞു കൂട്ടുകാരെടുത്ത്. ഒന്നും കൂടെ പറയൂ. അല്ലുകൂട്ട പോവാ, ഇത് പറഞ്ഞിട്ട് പോവാടാ. ഒന്നുകൂടെ പറ, അത് കിട്ടിയില്ല. നമ്മളെ വണ്ടി കൈവാൻ പോവേ. ഇതാണ് എൻ്റെ ആദ്യത്തെ പൊന്നു മോള്, അല്ലു മോളെന്നാണ് പേര്. ആദ്യം എന്നാണ് നമ്മൾ സ്കൂളിൽ ഇട്ടിരിക്കുന്ന പേര്. ഇത് വൈഫ് അർച്ചന, പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വീട്ടിൽ അച്ഛന്ന് വിളിക്കും. ഇത് വാവ. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ വാവേനെ പുറത്തെടുക്കുന്നതാണ് അല്ലേ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. കാരണം മഴ സമയമാണ്, നല്ല മഴയുണ്ട് ഇവിടെ. അപ്പോൾ ചെളിയും ഇതൊക്കെ പറ്റി അഴുക്കായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ വെറുതെ നിൽക്കുകയല്ലേ, നമുക്കൊരു വാഷിംഗ് വീഡിയോ എടുക്കാം അല്ലേ. അല്ലേ അല്ലുകൂട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി കഴുകാനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൊച്ചാണ് അല്ലുമോള്. അല്ലേ അല്ലുമോളെ? അല്ലുവിൻ്റെ വണ്ടി. അപ്പോൾ അല്ലു ഷാമ്പു ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ബക്കറ്റുമായിട്ട് വണ്ടിക്ക് അടുത്തോട്ട് പോവുകയാണ്. വണ്ടി നമ്മളടുത്തോട്ട് വരില്ല. അതായത് വണ്ടി വീട്ടിനകത്തോട്ട് കയറുന്ന സൗകര്യമില്ല. നമ്മൾ വഴിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൗകര്യമേ ഉള്ളൂ. കാറ് കയറാനുള്ള വഴിയല്ല, ബൈക്ക് പോലും കയറത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് വെള്ളവും ബക്കറ്റും എടുത്തിട്ടുണ്ട്. അല്ലുകൂട്ട പാടാ, നമ്മൾ വണ്ടി കഴുകാൻ പോവുകയാണ്. അല്ലേ അല്ലുകൂട്ട ചെറിയ ബക്കറ്റും ഒക്കെ എടുത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ഓൾട്ടോ 916 916 ആണ് വണ്ടിയുടെ നമ്പർ. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത വണ്ടിയുടെ. എന്താ ഒരു ഭാഗ്യം, ഫാൻസി നമ്പറാണ്. ചെറിയൊരു പൊട്ടലുണ്ട് വണ്ടിക്ക്. അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. 2009 മോഡലാണ്. LXi ആണ്. പവർ സ്റ്റിയറിങ്, AC കാര്യങ്ങളൊക്കെ ഉണ്ട്, അലോയ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നമുക്ക് അത്യാവശ്യം എല്ലായിടവും പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. നമുക്കിതൊക്കെ മതി അല്ലേ കൂട്ടാ? നമുക്ക് ഇതൊക്കെ ശരിയാക്കാൻ പറ്റുമല്ലോ. ശരിയാക്കണ്ടേ? അതൊക്കെ ശരിയാക്കണം. മൊത്തം വണ്ടിയൊക്കെ ഒന്ന് കഴുകാൻ നമുക്ക് അത്യം. ടയറൊക്കെ ഉണ്ടാ ചെളി പിടിച്ചിരിക്കുന്നത്? അല്ല, ടയർ കഴുകണേ. നമ്മളെ വണ്ടിക്കുട്ട ഒന്ന് കൂലിപ്പിച്ചെടുക്കാൻ നമ്മൾ പോവേണ് ഗായ്സ്. നമുക്ക് അങ്ങോട്ട് പോയി കൈവാ. ഇവിടെ സ്ഥലമൊന്നുമില്ല അല്ലേ കുട്ടാ? അതെ, നമ്മൾ സ്ഥലം അങ്ങോട്ടുണ്ടാക്കി കേട്ടാ. ഇനി എടുത്ത സാധനങ്ങളെടുത്ത് പൊട്ടിച്ചു തരാം. ഞാൻ പൊട്ടിച്ച് ഒഴിക്കാം, നീ പൊട്ടിച്ച് തറയിലേ ഒഴിക്കുള്ളൂ കേട്ടാ. ലാക്ക് റോള്, കാർ ഷാമ്പൂ ഇട്ട് കഴുകും അല്ലേ? അതിന് പറയാറുണ്ട് ഇവിടെ. ഇതാണ് കാറ് വാഷ് ചെയ്യാനുള്ള കാർ ഷാമ്പൂ. കുളിപ്പിക്കുക, പുറത്ത് വീഴല്. ഇനി അല്ലുവിന് തുണി കിട്ടിയില്ലെന്ന് പറയല്. വെള്ളം മുക്കിക്കോ. പതയുള്ള വെള്ളത്തിലല്ലേ മുക്കണ്ടോ? കേട്ടില്ല. ആറ്റിനെ ആറ്റി വെള്ളം ഒഴിക്കാം. ആറ്റി വെച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ചുമയാണ്. ചുമയും പനി, തുമ്മൽ, ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ട്,
എല്ലാ അസുഖവും ഉണ്ട്. അല്ലിക്കുള്ള കഴിവ് തുടങ്ങിയോ? ഭയങ്കര ഫാസ്റ്റാ. അച്ഛനും കൂടെ കഴിവട്ടാ. ഈ വെള്ളം ചാലി കളയല്ലേ. അങ്ങനെ നമ്മളെ വണ്ടി കഴിവുണ്ട്. നമ്മളെ സ്വന്തം വണ്ടിയല്ലേ. അതെ. വണ്ടിക്കൂട്ടിന് പേരിട്ടാ? ഓ ഇട്ടല്ലോ നമ്മള്. എന്താണ് പേര്? എന്തരാണെന്ന് അച്ഛനല്ലേ അറിയത്തുള്ളൂ. സുന്ദരി എന്നല്ലേ? സുന്ദരി എന്നാണോ പേര്? ഓ നമ്മക്കേ അല്ലുവിന്റെ പേരിട്ടല്ല. ഓ ഇട്ടല്ല. കാരണം അല്ലുകുട്ട എന്നിട്ടല്ല. പേരെങ്കിലേ ഇതാ. ഇവിടെ അങ്ങ് എന്റെ പേര് ഇതാ. ഓ ഇവിടെയൊക്കെ ഉള്ള ഈക്കൊക്കെ അത്രയും പോട്ട്. ഇത്രയും പോട്ടെ അഴുക്ക് അത്രയും. അല്ലെങ്കിൽ കാറ് കഴുകാനും വണ്ടി കഴുകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലുകുട്ടയിൽ ഞം മേടിച്ചു തരാം കേട്ടോ. കഴുത കഴി എന്താ വേണം? ഞം ബിരിയാണി. ബിരിയാണിയാ? രാത്രി കഴിക്കും ബിരിയാണി കഴിക്കും. രാത്രിയാവോ? പിന്നെ ഇതിപ്പോ തന്നെ വൈകുന്നേരം ആയില്ല കുട്ട. നമ്മക്കേ ഷവായി അൽഫാം എന്താ കഴിക്കാം. അല്ലുക്കുട്ടന്റെ ഫേവറേറ്റ് ഷവായി അൽഫാം. അങ്ങനെ തുടങ്ങി മന്തി അല്ലേ? വേറെന്തൊക്കെയുണ്ട് ഫേവറേറ്റ്? മന്തി, പെരോട്ട, ചിക്കൻ, ഇത്രയും സാധനങ്ങൾ. കടയിൽ ജോലി കൊണ്ട് നിർത്താ. എന്തൊക്കെയുണ്ട് എല്ലാ കാര്യവും അറിയാം. അല്ലുക്കുട്ടോ എന്ത് പറയാത്തൊന്നും. ഞാൻ വണ്ടി അയച്ചേണ്ട. വണ്ടിനെ കുറിച്ച് ചോദിക്കുമോന്ന്? അയ്യോ ഞാൻ പറയാം. എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ചെയ്യും. കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. മുമ്പ് കുളിപ്പിച്ചിട്ടുണ്ടോ? ഓ കുളിപ്പിച്ചിട്ടുണ്ടല്ലോ. മയക്കിൽ വെള്ളം വീട്ടല്ലേ? അല്ലുകൂട്ടം ബോഡി മാത്രം കഴിയുക. ടയർ അച്ഛൻ കഴിയുക കേട്ടാ. ഓ ബോഡിയും കൂടിയൊക്കെ കഴിവാണ്. ബോഡിയും കൂടിയൊക്കെ കഴിവാണ്. അല്ലുകൂട്ടം ബോഡി കഴുകി മാത്രം എടുത്താൽ മതി കേട്ടാ. വെള്ളയിൽ മാത്രം കഴുകിയാൽ മതി കേട്ടാ. അല്ലുകൂട്ടൻ ടയറും കഴുകിയിട്ട് ആ മണ്ണ് വെച്ച്. ഓ അല്ലുകൂട്ടം മാറിയ വെള്ളം വീത്തുന്നു. അല്ലുകൂട്ടാ ഇതൊന്ന് നോക്കിയേ. തിളങ്ങണ്. പിഴിഞ്ഞ എന്നാ ഇത് ഞാൻ മുക്ക്. ചെളി കളഞ്ഞോ. ടയർ കഴുകണ്ട കേട്ടാ. ടയർ അച്ഛൻ കഴുകിക്കോളാം. തുണി നല്ലതായി. ഓ വെള്ളം എടുത്തുണ്ടോ നമ്മളവിടെ കുളത്തുനിന്ന്? സ്വന്തം കുളം. അല്ലുകൂട്ട കുളത്തിൽ വരുന്നോ? അല്ലുകൂട്ട മാറി ഞാൻ കഴുകാം. അല്ലുകൂട്ട ഇവിടെ നിന്നാ അറിയേ. ബാക്കി ഞാൻ കഴുകാം. കഴുകിക്കോ. ഇപ്പൊ എവിടെയൊക്കെ കഴുകി? എല്ലായിടത്തും കഴുകി. അപ്പൊ കഴിഞ്ഞ ഇല്ല. ഈ ഗ്ലാസ് നീ നേരത്തെ കഴുകിയതല്ലേ? ഓ അപ്പഴത്തെ ഗ്ലാസ് കഴുകിയില്ല അല്ലേ? ഓ അപ്പഴത്തെ ഗ്ലാസ് കഴുകാൻ പോവുകയാണ്. അല്ലുകൂട്ട എന്താ പറയാത്ത? ഓ പറയാടേ. പറയുന്ന ഞാൻ കഴിയുന്നുണ്ട്. ഓരോന്ന് ചോദിക്ക. എന്തെങ്കിലും അറിയണമെങ്കിൽ എല്ലാം പറയാം. നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്ക്, പറഞ്ഞു തരാം. ഞാൻ വണ്ടി കഴിവ്. അല്ലു തീർന്നോ? ഇല്ല. ഇനി എവിടെയൊക്കെ ഉണ്ട്? എല്ലായിടത്തും ഉണ്ട്. ടയർ ഉണ്ട്. ഇത് ടയർ തേച്ചിട്ട് വെള്ളയിൽ തേക്കല്ലേ, പെയിന്റ് തേക്കല്ലേ? അതാണ് അച്ഛൻ പറഞ്ഞത്. അയ്യോ ആ എങ്കിൽ ടയർ തേ. മറ്റേ കപ്പിൽ വെള്ളം എടുത്തുണ്ടോ? ഇതിൽ മുക്കിയ ടയർ കഴുകാതെ അതിൽ മുക്കല്ലേ കേട്ടാ. ചെളിയുണ്ടോ വണ്ടി ഈ ടയറിന്റെ? ഓ ചെളി കണ്ട് ഭയങ്കര ചെളിയല്ലേ? ഓ ഇത്രയും കയ്യിലാക്കിയാ? ഓ കയ്യിലൊക്കെ ആക്കി. അല്ലെങ്കിൽ ചെളി കളിക്കാനാണല്ലോ നിനക്ക് ഇഷ്ടം. അതെ അതെ. പറ കഴുകിട്ടെന്ന് നമുക്ക് ഞമ്മം കഴിക്കാൻ പോവാം. അയ്യോ എന്താടാ ഞാൻ വണ്ടി കഴിയുമ്പോ കണ്ട് നിന്റെ വണ്ടി കഴിവൊക്കെ കണ്ട് എല്ലാം അല്ലുമോള് വൃത്തിയാക്കി. അതാണ് അല്ലുമോള്. ടയറിൻ്റെ കഴിവുണ്ട്, ചെളിയില്ലേ. അല്ലുകൂട്ടം ടയർ മൊത്തം വൃത്തിയാക്കിയെടുത്തു. തീർന്നു. ഈ സൈഡും കൂടെ ഉള്ളു. വെളി തീർന്നു. ചെളിയൊക്കെ പോവാൻ എല്ലാത്തും പോവാൻ എല്ലായിടും അടിപൊളി വൃത്തിയായിട്ട് പോവാം അല്ലേ അല്ലുകൂട്ട? അമ്മയ്ക്കൊന്നും അറിഞ്ഞൂടാ. അമ്മ അറിയാത്തോണ്ടല്ലേ പറയുന്ന അച്ഛാ. നമ്മളറിയാവുന്നതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ കൂട്ടോ? അല്ലുകൂട്ടം ഇപ്പൊ സ്കൂളിലൊക്കെ പോയി തുടങ്ങാറായില്ലേ? ഇപ്പൊ എത്രയിലായി?
2 3 ഒന്നിലും ആയില്ല. LKG ആവാൻ പോണതേ ഉള്ളു. അംഗൻവാടിയിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയിട്ട് 2 വിജയ് പിന്നെ എവിടെ തേക്കണം? ടയർ മാത്രം തേക്കാവും. പറഞ്ഞച്ഛൻ ചെളിയിൽ കൊണ്ട് ഇത്ര അഴുക്കാക്കി അല്ലിക്കുട്ടൻ. ഈ ടയർ ഇനി അപ്പുറത്ത് കയറാ. ഓടിപ്പോ പോ അല്ലിക്കുട്ടാ. ഓ അല്ലിക്കുട്ട ഇപ്പൊ നഴ്സറി കഴിഞ്ഞ് നിൽക്കുകയാണ്. നഴ്സറി കഴിഞ്ഞ് നിന്നിട്ട് ഇപ്പൊ നേരെ കൊണ്ടുപോയി LKG ചേർത്തിട്ടുണ്ട്. അല്ലിക്കുട്ട മാറി നിന്നോണേ, വെള്ളം ഒഴിക്കണേ. അതെടുക്കണ്ട, അതെൻ്റെത്. മൊത്തം ടയറിൽ നിന്ന് മാക്ക് ഒക്കെ കഴിവുന്നു. ടയറെല്ലാം മൊത്തം അല്ലി എന്ന് വൃത്തിയാക്കി ചെളി. ഞാൻ പോയി വെള്ളം എടുത്തിട്ടുണ്ടോ? ടയർ ഇളക്കി ഇടൂ. മതിയടാ. മാറ വെള്ളം ഒഴിച്ച് നോക്കട്ടെ, വൃത്തിയായ നോക്കട്ടെ. നമുക്ക് ഇനി മഴ പെയ്യൂലേ, ഇത്രയും വൃത്തിയാക്കിയ വീണ്ടും അഴുക്കാവൂലേ കുട്ടാ. നാല് ടയറും വൃത്തിയാക്കിയല്ലേ കുട്ടാ. ഇനി തന്നെ അച്ഛൻ വൃത്തിയാക്കാം. കാലും കൈയും കഴുകിട്ടോ. വീട്ടിൽ പോയി കഴുകാം. പോണടെ കാലും കൈയും കഴുകാമോ? എന്ത് കഴിഞ്ഞ? കഴിഞ്ഞൊന്നുമില്ല. എന്ത് അപ്പൊ വേറെ തോന്നിയോ? എന്തിന് അച്ഛനല്ലേ വന്ന കഴിഞ്ഞൊന്നുമില്ലെന്ന്. ഭയങ്കര ഹാപ്പി തന്നെ. പിന്നെ പോയിട്ടോ കൈ കഴിട്ടോ. തളന്നാ നീ കുളിച്ചിട്ടാ വന്നത്? വാ വീഴാതെ വാ. രണ്ട് അച്ഛൻ വേറെ തുണിയാ കഴിഞ്ഞ് തീർന്നു കേട്ടാ. ഇനി മുറുക്കി തുടച്ചാൽ മതി. അതെടുക്കണ്ട. രണ്ട് ഇത് പുതിയതും. ഇനി വെള്ളം ഒപ്പിയെടുത്താൽ മാത്രം മതി തുടച്ച് കേട്ടാ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തേച്ചെടുത്താൽ ചേട്ടാ. വെള്ളം എടുത്താൽ മതി കേട്ടാ. അറിയാമോ? എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൂടുമ്പോഴത്തേക്കും കണക്ക് പിഴിഞ്ഞ് കളയണം. ഓക്കെ അച്ഛൻ അകത്ത് കഴിവട്ടോ. അപ്പൊ ഇരുന്നോണ്ട് പോവാൻ സ്ഥലമില്ലല്ലോ. എവിടെയാണ്? കഴിക്കാൻ സമയമുണ്ടല്ലോ. സ്ഥലമുണ്ടല്ലോ. മാമനെ കാണിച്ചു പിടിച്ചോ കുഞ്ഞാ. അപ്പുറത്ത് വെച്ചോ. മണോ കളയല്. മതിയടാ. ഇഷ്ടപ്പെട്ടു കേട്ടോ. കരിമ്പെള്ളോയി. എന്തെന്ന് വെള്ളം? ആ വെള്ളം അവിടെ പിഴിയണം കേട്ടാ. അശ്വണ്ടായിരുന്നെങ്കിൽ വിരിച്ചിടണം. ഇപ്പൊ കാറിന്റെ തലയിടോ. ഞാൻ വിരിച്ചിരുന്നാണ് കൊട്ടിട്ട്. അപ്പൊ വെള്ളം എന്തായി അല്ലുകുട്ടൻ? എല്ലായി. കഴിഞ്ഞോ? അശ്വ ഉണ്ടായിരുന്നെങ്കിൽ വിരിച്ചിടാം. ഇവിടെ വിരിച്ചിടുന്ന കണക്ക് ചെയ്യാം. അല്ലെങ്കിൽ പുല്ലിൻ്റെ ഓർത്താ കാടിൻ്റെ ഓർത്താ വിരിച്ചിടാം. അല്ലുകുട്ടൻ തളന്നാ? കിടന്നോ. അല്ലുകുട്ടൻ രാവിലെ പണിക്ക് ഇറക്കാനുള്ളതായിരുന്നു. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ക്ഷീണം. രാവിലെ 10 ഓടിയേ ഉച്ചയൊക്കെ ആകുമ്പോ തളായി. രാവിലെ അച്ഛൻ വിളിച്ച നമുക്ക് ഇനി അടുത്ത തവണ കഴിയുമ്പോ രാവിലെ കഴുകാം കേട്ടാ. അല്ലുകുട്ടാ അത് കാണിച്ചു കൊടുക്കും. ക്രിസ്മസ് കാർഡ് അല്ലുകുട്ടന് വിശക്കുന്ന എന്താ ചെയ്യണം? എന്താ പറഞ്ഞ? നേരത്തെ വന്ന സാധനം ചോറാ? അല്ല, പിന്നെ നേരത്തെ പറഞ്ഞ സാധനമല്ല. നേരത്തെ എന്താ പറഞ്ഞ? ഈ വണ്ടി കൈവാൻ പോയപ്പോ എന്തിനാണ് പറഞ്ഞ? കഞ്ഞിയല്ല, നോ. പിന്നെ ചിക്കുള്ള സാധനം. ചിക്കുള്ള സാധനം സോയാബീൻ അല്ല, ചിക്ക സാധനവും. ചിക്കൻ കണക്കത്തെ എന്താ സാധനം?
ചിക്കൻ കണക്കിരിക്കുന്ന താറാവ്. അതല്ല, വേറെ നിങ്ങളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഈ ടയർ കൈവിക്കൊണ്ട് ഇപ്പൊ പറഞ്ഞു. നിങ്ങൾ അവിടെ എന്നപ്പോ പറഞ്ഞ എന്തരാണ് പറ, സത്യത്തിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത. അൽഫാം മേടിച്ചു തരാന്ന് പറഞ്ഞോ? അൽഫാം വേണോ അല്ലേ? അൽഫാം അല്ല, വേറെ ഷവായിയാ? ഷവായി വേണോ? ആ ഷവായി മേടിച്ചു തരാം. കിടന്ന് ഉറങ്ങട്ടെ, ഇല്ലെങ്കിൽ എന്നാ ചീത്ത വിളിക്കും. അതാണ് പിന്നെ പറഞ്ഞത്. ഇതിപ്പോ ഞാൻ മാത്രം ആയ അവസാനം. അല്ല കിടന്നോ, കുഴപ്പമില്ല. ഇത്രയും പണിയെടുത്തില്ലേ? ഇതിനാണെങ്കിൽ അത്ര അഴുക്കാണ് കേട്ടോ. എന്തൊരു കഴിവൊക്കെ. ആ കുഴപ്പമില്ല, അവസാനമായിട്ട് അച്ചപ്പും കൂടെ ഉണ്ട്. അല്ലിക്കുട്ട എത്ര ടയർ കയറി? വണ്ടിക്കുള്ള അത്രയും കഴിയും. അപ്പടെ 4 ടയറേ ഉള്ളു. അപ്പൊ ഹിന്ദി ആയല്ലോ. ഹിന്ദിയാ? ഓ, ബക്കറ്റിൽ പടം വല്ലതും വരച്ചു കൊടുത്താൽ മതി. ബക്കറ്റിലല്ല, തുണി പടം വല്ലതും വരച്ചു ഹിന്ദി ആയിക്കോളും. എന്ത് കാണാന്തോ പറയുന്നത്? കാണാനല്ല, എന്തൊരു അൽബാം ഇപ്പൊ വേണം. കടയെ കൊണ്ട്. എവിടെയുണ്ട്? ഏത് കട? ഒരു കടയുണ്ട്. നമ്മൾ ഐസ്ക്രീം കുടിച്ചാടാ. നമ്മൾ ഐസ്ക്രീം എവിടെ നിന്ന് കുടിച്ചു? ഇന്നാള് പോയപ്പോ. ഇനി അടക്കാം. ഇനി എവിടെ കാണൂ? നിരത്തിയിട്ട അല്ലുക്കുട്ടല്ല. അല്ലുക്കുട്ടന്റെ കാര്യം. തലേണ കൂടെ വേണോ? നീ റിസോർട്ടിലാ വന്നേ? പണിയെടുക്കാനാണ് വന്നത്. പണിയെടുക്ക്. തളന്നാളാ? ഷവായിക്കുള്ള പണിയൊന്നും ആയില്ല. കിടന്നേം ചെയ്ത് ഇരിക്കുകയും ചെയ്ത്. ഇരിക്കില്ല, ഇപ്പൊ കുറച്ച് നേരം ഇരിക്കാം, എന്നിട്ട് ചാടിയും തുള്ളയിരിക്കാം. പണി തീരുന്നില്ല. കുറച്ച് കിടന്നിട്ട് ഉരുന്നിട്ടും ചെയ്യാം കേട്ടാ. കുറച്ച് ചാടിക്കോട്ട്. ഇനി പണിയുണ്ട്. ചെരുപ്പ് ഇടട്ട് പോയി പണി ചെയ്തിട്ട് അടുത്ത പണിയിലേക്ക് പോവുക ഞാൻ. വീടല്ലേ? ഒരു കുന്തം കാലി എന്നെ പറഞ്ഞു. വീഴല്ലേ നോക്കി. വേണ്ട, ഇനി കഴിവണ്ട. ഇനി അഴുക്ക വെള്ളത്തിൽ മുക്കി തുടക്കല്ലേ? എന്ത് പറ്റിയടാ അല്ലിക്കുട്ടാ? എന്ത് പറ്റി? തുടയ്ക്കാൻ വന്നതാ. അപ്പൊ കാലിൽ എന്താ കുഴപ്പം? കാലിൽ കൊടിച്ച് എന്താ കുഴപ്പം? മൊത്തം വെള്ളം ഒഴി, എന്നിട്ട് ഞാൻ തുടച്ചോളാം. ഓ, വെള്ളമൊക്കെ പീഞ്ഞ് ഊരി. ഓക്കെ അല്ലേ അല്ലിക്കുട്ടാ? ഓക്കെ തന്നെയാ. ഞാൻ പക്ഷേ ഓക്കെയാ. നീ ഓക്കെ അല്ലേ? അല്ല അല്ലു തുടച്ച് വൃത്തി. വേണ്ട, ഞാൻ തുടച്ച്. ഞാൻ എന്റെ എത്തണം. അതുകൊണ്ട് അവിടെ അത്രയും ചെളിയായത് കണ്ടോ. കുളത്തിന്റെ കുളക്കരയിൽ പോയിട്ട് വരാം. ബൈ. നന്ദു ചേച്ചി വരുന്നു. ഞാൻ വണ്ടിയായി വന്നത്. നമ്മൾ കുളത്തിക്കരി വന്നു. ഇറങ്ങണ്ട. കൈപുന്നത് മീനുള്ള കളത്തില്ല. അല്ല, മീൻ പിടിച്ചിട്ടുണ്ടാ? ഇല്ല. മീൻ കണ്ടിട്ടുണ്ടാ? ഓ, കണ്ടിട്ടുണ്ടല്ലോ. കുളമുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട്. ഇത് നമ്മളിവിടുത്തെ കുളമാണ്. അപ്പോൾ ഈ കുളം നല്ലൊരു കുളമായിരുന്നു, നീന്തൽ കുളമായിരുന്നു. ഒരുപാട് പേര് വന്ന് കുളിച്ച് തുണിയൊക്കെ കഴുകിക്കൊണ്ട് പോണ ഒരു കുളമായിരുന്നു പണ്ട്. അപ്പോൾ അന്ന് ഈ ഗ്രില്ലൊന്നും ഇല്ലായിരുന്നു. ഒരു 18 ലക്ഷം രൂപയ്ക്ക് ഇവിടുത്തെ പഞ്ചായത്ത് ഇവിടെ കുളം നവീകരിക്കാനായിട്ടുള്ള പ്ലാനിട്ട് ഈ ഗ്രില്ല് വെളിയിലുള്ള ഇൻ്റർലോക്ക്, ചെറിയൊരു ഇൻ്റർലോക്ക് വാക്ക് വേ, അത് പിന്നെ ഈ ഗ്രില്ല് വെക്കാനുള്ള ഒരു
കോൺക്രീറ്റ് ചെറിയൊരു തട്ട്, അതിനെല്ലാം കൂടെ 18 ലക്ഷം രൂപയായി. ഒരു പോസ്റ്റും കൂടെ ആയപ്പോൾ 18 ലക്ഷം രൂപയായി. എന്നിട്ട് ഇവരിത് ക്ലോസ് ചെയ്ത ശേഷം ആർക്കും ഇറങ്ങാൻ പറ്റാതായി, കുളിക്കാൻ പറ്റാതായി, അങ്ങനെ അത് ഉപയോഗശൂന്യമായി. ഇപ്പോൾ പായലും അഴുക്കും വേസ്റ്റും ഒക്കെ വീണ് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി. വികസനമായിപ്പോയി ഭയങ്കര. അതാണ് നമ്മളിവിടുത്തെ കുളം. $18 ലക്ഷം രൂപയെ 4 കമ്പിക്കും 2 ഇൻ്റർലോക്കിനും. പാറയൊന്നും കെട്ടിയെന്ന് വിചാരിച്ചുള്ളല്ലേ ചേട്ടാ ഈ കുളം കണ്ടിട്ട്. പാറ കെട്ടൊക്കെ പണ്ട് കാലത്തിലുള്ളതാണ്. ഈ 18 ലക്ഷം രൂപയിൽ ഒരു പാറക്കല്ല് പോലും വെച്ചിട്ടില്ല ഇവിടെ. അല്ലേക്കോട്ടാ 2. ഇനി എത്ര എണ്ണം ഉണ്ട്? അപ്പൊ എത്രയായി? 4 ആ വെരി ഗുഡ്. പഠിക്കാൻ വിട്ടത് വെറുതെ ആയല്ലോ ഈശ്വര. പിന്നെ ഒരു കാര്യം, അല്ലുമോള് നമ്മുടെ അംഗൻവാടി പഠനം ഉപേക്ഷിച്ച് LKG പോവുകയാണ്. LKG നമ്മൾ ചേർത്ത് ഈ വർഷം മുതൽ. അപ്പോൾ അല്ലുമോള് വലിയ കൊച്ചായല്ലേ? വലിയ സ്കൂളിൽ പോണ കൊച്ചായി. അയ്യോ എന്താടാ? ചെരുപ്പ് അല്ലുമോ കാല് കഴിവുണ്ടേ? അല്ലുമോക്ക് ചെരുപ്പ് കഴിവുണ്ടേ? വാ ചെരുപ്പുണ്ട് കേട്ടോ, നോക്കി വേണം. അതൊന്ന് ഇറക്കി കൊണ്ടുപോകണോ? വീണാലും കുഴപ്പമില്ല, അച്ഛൻ എടുത്തോളാം. അച്ഛൻ ഉണ്ടപ്പോ കുഴപ്പമില്ല കേട്ടാ. ഇല്ലാത്തപ്പോ ഞാൻ പയ്യെ ഇല്ലാത്തപ്പോ വരാനേ പാടില്ല. ഇല്ലാത്തപ്പോ എന്തിനു വരുന്നത്? എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും അറിയൂ? അപ്പൊ ഇല്ലാത്തപ്പോ വരാൻ പാടില്ല. കാല് കഴുകുന്നില്ല, എന്നാ വെള്ളം എന്നാ കൊണ്ടുപോ. കാല് കഴുകി കൊണ്ടുപോയി കഴുകും. കാല് പതുക്കെ കഴുകണേ. തള്ളിയിട്ടിട്ട് പോവാ. വാ കയറി പോവാ. വൃത്തിയായി അതുകൊണ്ട് ചോദിക്കണ്. വൃത്തിയായാ? സൂപ്പറായാ? ഇനി അമ്മക്ക് പോവാം കഴിക്കാൻ. ഓ ഞാനേ ഇവിടെ കേറിക്കോളാത്ത. തീർന്നില്ലല്ലോ. ഇപ്പഴെങ്കിലും ഇത്തിരി ഫോൺ നിർത്തോ? എന്തിന്? എനിക്ക് വയ്യ, അതുകൊണ്ടാ സംസാരിക്കാനൊന്നും. വീട്ടിൽ പോ. ഇത് നിങ്ങൾ ചെയ്യുന്ന കാണാനാണ് വന്നത്, അല്ലാതെ ചന്തി കുലിക്കുന്ന കാണാനല്ല. ആര് ചന്തി കുലിക്കുക? വണ്ടി കള്ളി പെണ്ണേ, ചന്തി കുലിക്കുന്നല്ലേ? ചിത്രത്തിന് പണിയെടുത്ത കണ്ടില്ലേ നീ? പശുക്കുട്ടി പശുക്കുട്ടി. ചെന്നി അവിടെ കേറിക്കോട്ടോ. ഓ കേറിക്കോടെ. പോവാം. എവിടെ പോവാനോ? നമുക്കപ്പോ ഞമ്മനം കഴിക്കാൻ. അത് ഒറ്റക്കൂടെ കഴിഞ്ഞിട്ടല്ലേ? വീട്ടിൽ പോയി ഒരു കാര്യം ചെയ്യ്. അല്ലെ പോയി വീട്ടിൽ പോയി പുതിയ ഉടുപ്പൊക്കെ ഇട്ടുന്നില്ലേ? ഞമ്മനം കഴിക്കാൻ പോവാൻ. ഈ ഡ്രസ്സിലാണ് പോണത്. ഒരു കുഴപ്പമില്ല, അടിപൊളി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലെ ചെറിയ വിശേഷങ്ങൾ. ദൂരെ യാത്രകളൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വൈഫ് ഡെലിവറി അടുത്തുനിന്ന് ഇൻടേക്കുന്നു. അപ്പോൾ ഈ ദിവസമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവണം. ഒരു 2 ആഴ്ച കൂടുതൽ എന്തായാലും ഇനി ഇവിടെ നാട്ടിൽ നിന്നേ പറ്റത്തുള്ളൂ. കാരണം നമ്മളത് നാടും വീടും കറക്കവും എല്ലാം വേണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഇപ്പം നമ്മുടെ മാരാൻ്റെ വണ്ടിയാണ് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. കാരണം നാമക്കല്ലിൽ കിടക്കുകയാണ്, ബോഡി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഡെലിവറി കഴിഞ്ഞ ഉടനെ അടുത്ത നേരെ പോകുന്നത് നാമക്കല്ലാണ്. മാരാൻ്റെ വണ്ടിയുടെ എന്ത് അവസ്ഥയായെന്നറിയാൻ വേണ്ടി, ഇപ്പോൾ എന്താണ് കണ്ടീഷൻ, ഏതോരെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.